അതെ, ഉറപ്പായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണാനാണ്. 3D ആണ്. പിന്നെ 3D ഇനി വൈകിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ 3D കാണാൻ വേണം. അടിപൊളി, സൂപ്പർ. പോസ്റ്റർ കാണുമ്പോഴേ തന്നെ പറയാം 3 കഥാപാത്രമാണ് ത്രിവിനും ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് ഞാൻ ആദ്യമായിട്ട് റിലീസ് തന്ന റിവ്യൂ ഒക്കെ എടുക്കുന്നത്. നല്ലൊരു പടമാണ്. ഞങ്ങളുടെ ലിസിസ്റ്റർ ഞങ്ങളുടെ മുത്താണ്. ഞങ്ങളുടെ ലിസിസ്റ്ററിന്റെ ഒരു വമ്പിച്ച ഒരു നല്ല പടമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനിയും നിങ്ങളെല്ലാവരും, എനിക്ക് കാണുന്ന എല്ലാവരും ഈ തിയേറ്ററിൽ തന്നെ കാണണം. ഒറ്റയ്ക്ക് വേണ്ടി നിൽക്കരുത്, എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. നല്ലൊരു പടമാവട്ടെ. ഫസ്റ്റ് ഹാഫ് കിച്ചിലായ സുന്ദരം, സെക്കൻഡ് ഹാഫിൽ പൊടിച്ചു നല്ല പടം, പൊളിപ്പടം. ഓക്കെ, ഗുഡ്. എല്ലാവരും വന്ന് കാണും. പടം സൂപ്പർ. AR അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ഈ സിനിമ 3D സാങ്കേതിക വിദ്യയിൽ ഇത്രയും നല്ല മികച്ച രീതിയിൽ ഈ സിനിമ ചിത്രീകരിച്ച ജിതിൻ ലാൽ എന്ന് പറയുന്ന ഡയറക്ടർ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ റൈറ്റിംഗ് നടത്തിയിരിക്കുന്നത് ഒരു സ്ഥലത്ത് പോലും നമുക്ക് ലാഗ് എടുപ്പിക്കാത്ത രീതിയിൽ ഇത്രയും നല്ല രീതിയിൽ നല്ല മേക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് നമുക്ക് ലാഗ് എടുപ്പിക്കാത്ത രീതിയിലേക്ക് നമ്മൾ ഇതിന്റെ റൈറ്റ് ചെയ്തിരിക്കുന്നത് ബ്രില്യന്റ് റൈറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ആർട്ട് വർക്ക്, ചിയോദിക്കാവ് എന്ന് പറയുന്ന ഒരു അമ്പലവും അതിന്റെ കുളവും ഒക്കെ ഭയങ്കരമായിട്ടാണ് ആർട്ട് വർക്ക്. നല്ല ശ്രദ്ധിക്കപ്പെടുന്ന സിനിമയാണ്. ഇത് ഉറപ്പായിട്ടും വിജയിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടൊവിനോ തോമസിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമയായിട്ട് ഇത് മാറും. കാരണം 3 കഥാപാത്രങ്ങള് ഇത്രയും ഉത്തരവാദിത്വത്തോടു കൂടി ഇത്രയും നല്ല പെർഫെക്ഷൻ ആയിട്ട് കാണിച്ചിട്ടുള്ള ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം 3 കഥാപാത്രങ്ങളാണ് പക്ക മാസ് എന്റർടൈൻമെന്റ്, ഒന്നിനൊന്നിനും മെച്ചം. ഈ സിനിമ ബമ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിട്ട് മാറി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഓണം തൂക്കിയടിച്ചു എന്ന് തന്നെ പറയാം. ടൊവിനോ തോമസ് ചേട്ടനോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, അദ്ദേഹം കഴിഞ്ഞ വീഡിയോയില് കരയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഇനി അദ്ദേഹത്തിന് കരയേണ്ടി വരില്ല. ഇത് ഓണത്തിന് ബമ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ, ഇതൊരു കിണുങ്ങാമണി സിനിമയായിട്ട് മാറി കഴിഞ്ഞിരിക്കുന്ന ഒരു നെല്ലിക്ക സിനിമയാണ്. കിട്ടിലും പടമാണ്. ഒരു രക്ഷയില്ല. മേക്കിംഗ് ഹൈ റേഞ്ച് പടമാണ്. ഒരു രക്ഷയില്ല. മല കത്തി കയറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ഗോട്ട് സിനിമയ്ക്ക് ഞാൻ റിവ്യൂ പറഞ്ഞ് മൂത്രം പോയി. അതുകൊണ്ട് ഞാൻ സ്നഗ്ഗി ഉപയോഗിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഒരു പ്രേക്ഷകന്റെ വിളിച്ച് തെറി പറഞ്ഞ കാരണം ഞാനൊരു സ്നഗ്ഗി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. കാരണം ഇനി ഞാൻ ഒരിക്കലും തിയേറ്ററിൽ മൂത്രം ഒഴിക്കില്ല, സ്നഗ്ഗിട്ടോണ്ടേ വരുള്ളൂ. അപ്പൊ പടം ബമ്പർ ഹിറ്റാണ്, സൂപ്പർ ഹിറ്റാണ്. ഓണം തൂക്കടിച്ചത്.